ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സാമ്പാർ വെച്ചാലോ? സാമ്പാർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. ഇതിനെ നുള്ളി സാമ്പാർ എന്ന് പറയും. ഇതിന് വെജിറ്റബിൾസ് വളരെ കുറവാണ്. അത് നമുക്ക് വെച്ച് വരുമ്പോൾ കാണാം. ആദ്യം നമുക്ക് ഈ സാമ്പാർ പരിപ്പിനെ ഒന്ന് വേവിക്കാം. ഇത്തരം പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് കുക്കറിൽ വെച്ചിട്ട് 200 ഗ്രാം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന് 1/2 ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട് വേകാനായിട്ട്. എപ്പോഴും ഡബിളാണ്, 200-ന് 400 ഞാൻ 1/2 ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തോരൻ പരിപ്പ് ഇതുപോലെ വെന്ത് കിട്ടി. ആ കുക്കറിൽ തന്നെ ഞാൻ പച്ചക്കറി ഒന്ന് വശക്കാം എന്ന് കരുതി. ഈ പച്ചക്കറി എന്ന് പറയുന്ന വേറെ ഒന്നുമില്ല. ഒരു സവാള എടുത്തിട്ടുണ്ട്, ഇച്ചിരി വലിയൊരു സവാളയാണ്. പിന്നെ 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മല്ലിയില, ഒരു പച്ചമുളക്, ഇച്ചിരി നീണ്ട ഒരു പച്ചമുളക്. നാട്ടിലെ പച്ചമുളകെങ്കിൽ 2 എടുക്കാം നമുക്ക്. ഇത്രയും സാധനം മാത്രം മതി. അപ്പോൾ ആ കുക്കർ തന്നെയാണ് ഞാൻ ഇതാ വെച്ചിട്ടുണ്ട്. ഇതിൽ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തു. ഇനി സവാളയും പച്ചമുളകും കൂടി ഇതിലോട്ടിടാം. ഇനി ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് തക്കാളി ഇടാം. അടുത്തത് നമുക്ക് ടൊമാറ്റോ ഇടാം. സവാള ഏകദേശം ഒന്ന് വശന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോയും ഇത് ഭയങ്കരമായിട്ടൊന്നും വശത്തില്ല, സാമ്പാറിനുള്ളതാണല്ലോ. ഒന്ന് കുറച്ച് ഇങ്ങനെ കിടക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് ശകലം പുളി ചെറു ചൂട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളെ കൂട്ടൊക്കെ ഒഴിച്ച് കലക്കി തക്കാളിക്ക് എല്ലാ തക്കാളിക്കും ഒരേ പുളിയല്ലല്ലോ. പുളി കുറവാണെങ്കിൽ കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. അത് അപ്പോഴത്തെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോയും റെഡിയായി കഴിഞ്ഞു. ഇനി സാമ്പാർ പൊടി കലക്കി ഇതിലോട്ടങ്ങ് ഒഴിക്കണം. അതിന് മുന്നേ സാൾട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത് പുറത്തൊക്കെ കാണാമല്ലോ. ഈ സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. വേറൊരു വീഡിയോയിൽ എങ്ങനെയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇന്ത്യയിൽ പോയിട്ട് കാണിച്ചു തരാം. സാമ്പാർ പൊടി കലക്കിയത് ഒഴിക്കാമോ? ചെറു ചൂട് വെള്ളത്തിലാണ് ഞാനിത് കലക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വേവിച്ച് വെച്ച തോരൻ പരിപ്പ് ഒഴിക്കാം ഇതിൽ. ടൊമാറ്റോയും സവോളയൊന്നും അത്ര വേഗില്ലല്ലോ, പെട്ടെന്ന് വേഗമായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒന്ന് കടുവറുക്കാമോ? സാമ്പാറിന് ഒന്ന് കടുവറുത്തിടണമല്ലോ അല്ലേ? കടുകിട്ടു. മല്ലിയില ഈ എണ്ണയിൽ കിടന്ന് ആ വെള്ളം ഒന്ന് മാറുമ്പോൾ അങ്ങോട്ടിടാം. അപ്പോൾ 2 ദിവസം സാമ്പാർ ഇരുന്നാലും സാമ്പാർ ചീത്താകത്തില്ല. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. മല്ലിയില ഒന്ന് വാടിയിട്ട് നമുക്ക് ആ സാമ്പാറിലോട്ട് പിന്നെ വെക്കാം. പിന്നെ കറിവേപ്പില ഇടേണ്ട കാര്യമില്ല, മല്ലിയില ധാരാളം നുറുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കറിവേപ്പില ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സാമ്പാർ നുള്ളി സാമ്പാറാണ്, ഉള്ളി സാമ്പാറല്ല, തെറ്റിദ്ധരിക്കരുത്. നുള്ളി സാമ്പാറാണ്. ഇതിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഈ സാമ്പാർ കുറച്ച് ഇങ്ങനെ ചാറായിട്ട് തന്നെ ഇരിക്കണം, അല്ലാതെ കുറുകിയിരിക്കാൻ പാടുള്ളതല്ല. കുറച്ചിങ്ങനെ കൂടുതൽ കറി ഇതിൽ, അതായത് ഗ്രേവി ഇതിൽ കൂടുതൽ ലൂസായിരിക്കണം. അങ്ങനത്തെ സാമ്പാറാണിത്. അപ്പോൾ ഈ ഓണത്തിന് എളുപ്പ വഴിയിലൊരു സാമ്പാർ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.